ഈ പൊക്ര ടൂറിൻ്റെ അവസാനത്തെ സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അതാണ് പെഹ്വ ലേക്ക്. പൊക്രയിലുള്ള ടൂറിസ്റ്റ് അട്രാക്ഷൻ, ടൂറിസ്റ്റ് പ്ലേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പെഹ്വ ലേക്ക്. അതിനെ ഫഫ ലേക്ക് എന്നും പറയാറുണ്ട്. ഇവിടെ വൈകുന്നേരങ്ങളിലെത്തണം. സായാഹ്നങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ഈ പെഹ്വ ലേക്ക്. മൊത്തത്തിൽ 4 ചുറ്റിലും ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട് അതിന് നടുക്കുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്ക്. ഇത് നേപ്പാളിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ലേക്കാണിത്. ഈ നേപ്പാളിലെ പൊക്ര അറിയപ്പെടുന്നത് തന്നെ സിറ്റി ഓഫ് ലേക്ക് ഓഫ് നേപ്പാൾ എന്നാണ്. നേപ്പാളിലെ ലേക്കിൻ്റെ സിറ്റി. കാരണം ഇവിടെ ഏകദേശം 8ഓളം ലേക്കുണ്ട് ഈ പൊക്രയിൽ. അതിൽ ഏറ്റവും മനോഹരമായ ഒരു ലേക്കാണ് ഈ പെഹ്വ ലേക്ക്. ഇവിടെ മെയിനായിട്ടുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, പിന്നെ പാരാഗ്ലൈഡിംഗ് ഉണ്ട്. ഈ ലേക്കിന് മുകളിൽ കൂടെ നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാം. അത് ഇവിടുന്ന് കുറച്ച് ദൂരേക്ക് പോകണം അതിനുള്ള പാരാഗ്ലൈഡിനുള്ള സ്ഥലത്തേക്ക്. ഈ ലേക്കിൽ നിന്നൊക്കെ ചെറിയൊരു ദ്വീപുണ്ട്. ഈ മുന്നിൽ കാണുന്നൊരു ചെറിയൊരു ദ്വീപാണ്. അവിടെ ഒരു അമ്പലമുണ്ട്, പഴയൊരു അമ്പലമാണ്, താൽ ബരാഹി ടെമ്പിൾ. അവിടെ ഈ ലോർഡ് വിഷ്ണുവിൻ്റെ ഇതാണ് ഉള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ പോകുന്ന ആൾക്കാരൊക്കെ ഈ മെയിനായിട്ട് പോകുന്നത് ഈ അമ്പലത്തിലേക്കും കൂടെയാണ്. ഇവിടെ നമുക്ക് ഈ ഐലാൻഡിലേക്ക് നമുക്ക് ബോട്ടിലേ പോകാൻ പറ്റുള്ളൂ. ഇവിടെ എത്തുന്ന സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് ഈ പെഹ്വ ലേക്ക്. ഏകദേശം 28 അടി താഴ്ചയുള്ളൊരു തടാകം കേട്ടോ ഇത്. ഞാൻ പൊക്രയിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പെഹ്വ ലേക്കാണ്. അതെനിക്ക് മാത്രമല്ല, ഈ പൊക്ര സന്ദർശിക്കാൻ വരുന്ന എല്ലാവർക്കും, നാച്ചുറൽ ബ്യൂട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ പെഹ്വ ലേക്ക്. ഒരു വൈകുന്നേരം അതിവിടെ സ്പെൻഡ് ചെയ്യണം. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ബോട്ടിങ്, പാരാഗ്ലൈഡിങ്, അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പറ്റിയൊരു സ്ഥലം കൂടെയാണ് ഈ പെഹ്വ ലേക്ക്. കാരണം ഈ ലേക്കിന് മുകളിൽ കൂടെ മൊത്തം ഒരു പാരാഗ്ലൈഡിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയാണ്. ഏതായാലും ഞാൻ ഈ ടൂറിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കൂടെ ആയതിൻ്റെ പേരിൽ എനിക്ക് അതിനുള്ള സമയമില്ല. അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അത് വെച്ചാലും ചെയ്യാൻ പറ്റിയില്ല. ഈ ലേക്കിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട്. അതായത് ഒരു ലേക്കിൻ്റെ ചുറ്റും നമുക്കൊന്ന് റൗണ്ട് ചെയ്യാമെന്ന് പറയാം. ഒരു സൈഡിൽ കൂടെ മൊത്തം നല്ല രസമാണ്. അവിടെ നല്ല മരങ്ങളൊക്കെ ഉണ്ട്. മരങ്ങളുടെ ഇടയിൽ കൂടെ ഈ സൺലൈറ്റ് ഈ തടാകത്തിൽ വീണിട്ട് എന്നാ പറയണ്ടേ, ഒരു വൈകുന്നേരങ്ങൾ നമുക്ക് എന്നാ പറയണ്ടേ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. ഇവിടെ കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്, ഫോട്ടോ പോയിൻറ്റ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ പാക്കേജ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള പാക്കേജുകളുണ്ട്. ഓരോ ദിവസത്തേക്ക് മൊത്തമുള്ള പാക്കേജുണ്ട്, ഡിഫറൻറ്റ് മണിക്കൂറിലേക്കുള്ളതുണ്ട്, അങ്ങനെ ഡിഫറൻറ്റ് ഫോട്ടോഷൂട്ടിനുള്ളതുണ്ട്. അങ്ങനെ പല പല പാക്കേജുകളുണ്ട്. നമുക്കിഷ്ടമുള്ള പാക്കേജ് അനുസരിച്ച് നമുക്കിന്ന് ബുക്ക് ചെയ്യാം. പിന്നെ ഈ ഇതിൻ്റെ ഒരു സൈഡിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് നടക്കാനുള്ള സൗകര്യമുണ്ട്. ആ നടക്കാനുള്ള സൗകര്യത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കുറേ റെസ്റ്റോറൻറ്റും ഹോട്ടൽസൊക്കെ ഉണ്ട്. ഈ ലേക്കിന് ശേഷം നമുക്ക് കാണാൻ പറ്റുന്ന മലനിരകളുണ്ടല്ലോ, അതാണ് അന്നപൂർണ്ണ ഹിമാലയൻ റേഞ്ച്. ഈ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അന്നപൂർണ്ണ ഹിമാലയൻ റേഞ്ചസ് എന്നാണ്. അന്നപൂർണ്ണ ഹിമാലയൻ റേഞ്ചസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും 10ാമത്തെ വലിയ മൗണ്ടെയിൻ റേഞ്ചസാണ് ഈ അന്നപൂർണ്ണ ഹിമാലയൻ റേഞ്ച്. ഈ അന്നപൂർണ്ണ ഹിമാലയൻ റേഞ്ചിൻ്റെ ഒരു സൈഡാണ് ഈ പെഹ്വ ലേക്ക്. ഈ പെഹ്വ ലേക്കിലെ വെള്ളം നേപ്പാളിലെ ഇലക്ട്രിസിറ്റിയുടെ ഒരു മെയിനായിട്ടുള്ളൊരു സോഴ്സാണ്. കാരണം ഇത് നേപ്പാളിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു ലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ വെള്ളം എടുത്ത് ഇവർ ഈ കറണ്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്. എന്നാലും ഏറ്റവും കാണാൻ ഭംഗിയുള്ളൊരു തടാകം കേട്ടോ ഈ പെഹ്വ ലേക്ക്, വൈകുന്നേരങ്ങളിൽ പ്രത്യേകിച്ച്. ഈ തടാകത്തിൻ്റെ ഒരു സൈഡിൽ കുറച്ച് പേര് നല്ല മാജിക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് പേർ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്നാൽ സംഭവം എൻ്റെ ഒരു ക്ലൈമാക്സ് കാണാൻ വേണ്ടി. പിന്നെ ക്ലൈമാക്സ് ഒന്നും ഉടനെ എത്തുന്ന ലക്ഷണം കണ്ടില്ല. അതുകൊണ്ട് കുറച്ച് പേരെ നോക്കി നിന്നിട്ട് പിന്നെ ഇങ്ങ് പോകുന്നു. കുറച്ച് പേർ ആടിപ്പാടുന്നു, എൻജോയ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം 1 മണിക്കൂറോളം ഈ പെഹ്വ ലേക്കിൽ സമയം ചിലവഴിച്ചു. അപ്പോഴത്തേക്കും തിരിച്ചു പോകാനുള്ള സമയമായി. നമ്മളെ ബന്ന ചേതമംഗലൂർ ചേട്ടന് നമ്മളെ ഗൈഡിനോട് ചോദിച്ചു മനസ്സിലാക്കി. പുള്ളിക്കാരന് ഒറ്റയ്ക്ക് തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. പുള്ളിക്കാരന് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ ഏതായാലും തിരിച്ച് ഹോട്ടലിലേക്കാണ്. അപ്പം ഇനി നേരെ വണ്ടിയിൽ തിരിച്ച് ഹോട്ടലിലേക്ക്, എന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് ഇന്ത്യയിലേക്കുള്ള ബസ് കയറി തിരിച്ച് ഇന്ത്യയിലേക്ക്. അതാണ് നമ്മുടെ പ്ലാന്. അതോടെ നേപ്പാൾ ട്രിപ്പിന് എൻ്റെ